ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പ്രതാപന്റെ മകൾ എല്ലാ സത്യങ്ങളും ഒരു ദിവസം അറിയും. അവളെല്ലാം അറിയുന്ന ദിവസം നിന്റെ അവസാനമായിരിക്കും. അയാളെ ആ സ്ത്രീയും കുറെ ഗുണ്ടകളും ചേർന്ന് തല്ലിക്കൊല്ലാറാക്കിയിരിക്കുന്നു. ആ സ്ത്രീ ആരാണെന്ന് അറിയാമോ? അറിയാം. അവരുടെ പേര് അംബിക. അംബിക? ആരാണ് ഈ അംബിക? അവരെന്റെ അമ്മായിയ, എന്റെ അച്ഛന്റെ സിസ്റ്റർ. അതായത് വർമ്മ സാറിന്റെ പെങ്ങൾ. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നേ? ഇതൊരു പുലിവാലാവുമല്ലോ. മിനിസ്റ്ററുടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ ഇതൊരു കുടുംബ പ്രശ്നമായി മാറില്ലേ? കുടുംബ പ്രശ്നങ്ങളായാലും ഇതൊക്കെ നീതിക്ക് നിരക്കാത്തതല്ലേ മാഡം? നിയമം കയ്യിലെടുത്തല്ലേ അവരിതൊക്കെ കാണിക്കുന്നത്? എക്സാക്ട്ലി. ഈ ജില്ലയുടെ പരമാധികാരിയാ ഞാൻ. എന്റെ ജില്ലയില് ഞാനിത് അനുവദിക്കില്ല. എന്തൊക്കെയാ നിങ്ങൾ അവിടെ കണ്ടത്? ഒന്ന് വിശദീകരിക്കൂ. മാഡം പറയേ, മാഡം പറയേ. ഇനി ഒട്ടും താമസിപ്പിക്കണ്ട, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ആ ശരി മാഡം. മാഡം, ഇവിടെ ആളുണ്ടായിരുന്നേ? എവിടെ? എന്നിട്ട് ഇവിടെ ആരും കാണാനില്ലല്ലോ. നിങ്ങൾ അകത്ത് പോയി നോക്ക്. വാടോ. മാഡം, ഈ ചങ്ങലയില അംബിക മാഡം അയാളെ കൂട്ടിയിട്ടിരുന്നത്. ഇവിടെങ്ങും ആരും ഇല്ല മാഡം. നിങ്ങളൊന്ന് പുറത്തൊക്കെ നോക്ക്. വാ, പുറത്തു നോക്കാം. നിങ്ങൾ ഈ കെട്ടിടത്തിൽ തന്നെയാണോ അയാളെ കണ്ടത്? അതെ മാഡം. അവരാ മനുഷ്യനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയതായിരിക്കും. അംബിക മേഡത്തിന് കൃത്യമായ തെളിവില്ലാതെ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക്, അത് ലൈസൻസ് ഉള്ളതാണോ അല്ലയോ എന്ന് പരിശോധിക്കണം. ഏതെങ്കിലും സ്റ്റേഷനിലോ മറ്റോ മിസ്സിംഗ് കേസുകൾ ഉണ്ടോന്നും തിരക്കാം. നിങ്ങൾ നിരാശരാവാതെ. പോലീസിന്റെ കണ്ണെപ്പോഴും അംബികയുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. ശരി മാഡം. എന്നാലും ഇതെവിടെ പോയി? എന്താടാ, ഇത്രയൊക്കെ കിട്ടിയിട്ടും നിനക്ക് മതിയായില്ലേ? അവസാനം സംഭവിക്കുന്നത് ഒരു മരണമാണെന്ന് വിചാരിച്ച പിന്നെ പേടി എന്തിനാ അംബികെ? അപ്പോ മരിക്കാൻ നീ തയ്യാറായി കഴിഞ്ഞു. വിധി അങ്ങനെയാണെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റൂ. പക്ഷേ ഞാൻ മരിക്കുന്നെങ്കിൽ അത് വളരെ സന്തോഷത്തോടെ ആയിരിക്കും. നിന്റെ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. നീ ചെയ്ത എല്ലാ ക്രൂരതകൾക്കും നീ അനുഭവിക്കാൻ അംബികെ. ഞാനാ പറയുന്നത്. ഇന്നലെ വരെ നീ ചെയ്തു കൂട്ടിയ എല്ലാ ദുഷ്ടതകളും ഒടുവിൽ നിന്നെ വന്ന് വേട്ടയാടും. റെജി, ഇവനെ നിങ്ങൾ കൊടുത്തൊന്നും പോരാൻ തോന്നല്ലോ. ഇപ്പോഴും ആ പഴയ വീറോടെയും വാശിയോടെയും അവൻ സംസാരിക്കുന്നേ. എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തോ അപ്പൊ താങ്ങില്ല മാഡം. മരുന്ന് കൊടുക്കും പോലെ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുക. കേട്ടില്ലേ മിസ്റ്റർ ജഗന്നാഥൻ? ഒറ്റയടിക്ക് നിന്നെ കൊല്ലാൻ ഇവരുദ്ദേശിക്കുന്നില്ലെന്ന്. നീയും നിന്റെ അനുയായികളും കൂടി എത്ര തന്നെ എന്നെ ഉപദ്രവിച്ചാലും മനസ്സുകൊണ്ട് ഞാൻ നിന്നോട് കീഴടങ്ങില്ല. പണവും അധികാരവും വന്നു ചേർന്നതിന്റെ അഹങ്കാരമാണ് നിനക്ക്.
അതേടാ, പണവും അധികാരവും വന്നു ചേർന്നതിന്റെ അഹങ്കാരം തന്നെയാടാ എനിക്ക്. എന്താണ് നിനക്കൊരു സംശയം? ചതിച്ചും മറ്റുള്ളവരെ വേദനിപ്പിച്ചും അവരെ ഇല്ലാതാക്കി നീ നേടിയെടുത്തതൊന്നും നേട്ടങ്ങളല്ല അംബികെ. നിന്നെ കാത്തിരിക്കുന്ന ഒരു മഹാദുരന്തമാ, അത് നീ ഓർത്തോ. താൻ ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കുന്നത് കേട്ടിട്ടേ എനിക്ക് അത്ഭുതം തോന്നുവാ. മിസ്റ്റർ ജഗന്നാഥൻ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതിന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മരണത്തെ എനിക്ക് പേടിയില്ലെന്ന്. എന്നാ പിന്നെ എന്ത് ചെയ്യണം റജി? മാഡം പറഞ്ഞ ഒറ്റയടിക്ക് തീർത്തേക്കാം. ഏയ്, അങ്ങനെ ഇവൻ മരിക്കണ്ട. ഇവനെന്റെ മുന്നില് കരഞ്ഞ് തളർന്ന് യാചിച്ചു മരിക്കണം. അത് കാണാനാ എനിക്കിഷ്ടം. എന്റെ ശരീരത്തിന് നിനക്ക് കൊല്ലാനാകും അംബികെ, പക്ഷേ എന്റെ മനസ്സിന് വേദാന്തം, തത്വജ്ഞാനം, മറ്റൊരു വഴിയില്ലാതിരിക്കുമ്പോ നിന്നെ പോലുള്ള മനുഷ്യരെ കണ്ടെത്തുന്ന ഏക മാർഗം. അല്ല, അത് പറഞ്ഞില്ല. മറ്റൊരു വാർത്ത നിന്നോട് പറയാനുണ്ട്. ഒരു സന്തോഷ വാർത്ത. നിന്റെ കൂട്ടുകാരന്റെ മകളും അവളുടെ കാമുകനും കൂടി നിന്നെ രക്ഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അവര് നിന്നെ കണ്ടെത്താനേ നിന്നെ ആദ്യം ഇട്ടിരുന്ന സ്ഥലത്ത് വന്നിരുന്നു. എന്താ, അവര് നിന്നെ രക്ഷിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോന്ന്? എന്നെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ അംബികെ. നീ കുഴിച്ചുമൂടിയിട്ടിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഒരിക്കൽ പുറത്തു വരും. എന്റെ പ്രതാപന്റെ മകൾ എല്ലാ സത്യങ്ങളും ഒരു ദിവസം അറിയും. അവളെല്ലാം അറിയുന്ന ദിവസം നിന്റെ അവസാനമായിരിക്കും. യാതൊരു സംശയമില്ല. ചോര കാണുന്നതേ എനിക്ക് ലഹരിയാണെന്ന് നിനക്കറിയാലോ. എന്നെ കൊണ്ട് ഒരു കൊലപാതകം കൂടി നീ ചെയ്യിപ്പിക്കരുത്. അറിയാം, മനുഷ്യനെ കൊല്ലാൻ നിനക്കൊരു മടിയില്ലെന്ന് എനിക്കറിയാം. പത്മാവതിയുടെ അച്ഛനും MLA ആയിരുന്ന പാവം മഹാദേവ് വർമ്മേ. നിർത്തടാ. പറ ദീപകേ. അമ്മേ, ആ പത്മാവതി ഗോഡൌണിൽ രക്ഷപ്പെട്ടു. ഏ?